വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM തേർഡ് സെമസ്റ്റർ എക്സാംസിൽ നാളെ നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് റിസർച്ച് മെത്തഡോളജി. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ദെൻ ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള ഒരു റിക്വസ്റ്റ് ആണ് ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് ചെയ്യാൻ. നാളെ ഉച്ചയ്ക്കാണ് എക്സാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിലും ഒന്ന് പാസ് ആകണമെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന് റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. തേർഡ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫോർത്തിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ റിസർച്ച് മെത്തഡോളജി വലിയൊരു സബ്ജക്റ്റാണ്. സോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിലും നിങ്ങൾക്ക് പാസ്സാകാൻ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട, ഞാൻ എപ്പോഴും പറയും, പാർട്ട് എയും പാർട്ട് സിയും ആണ്. റിപ്പീറ്റ് ഏരിയാസ് ചോദ്യങ്ങൾ വരുന്ന പാർട്ടാണ് ഈ രണ്ട് പാർട്ടും. അതിന്റെ പ്രത്യേകത, ഈ ഒരു സബ്ജക്റ്റിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, വലിയൊരു പേപ്പർ ആണെങ്കിലും ചില ഏരിയാസിൽ നിന്ന് റിപ്പീറ്റ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഞാൻ എൻ്റെ ഓൾറെഡി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോയിലും അതുപോലെ തന്നെ ഓരോ പാർട്ടിലും റിപ്പീറ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളിലും ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ള കുറച്ച് പാർട്ട് ഉണ്ട്, കുറച്ച് ഏരിയാസ്. അതിലോട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നമ്പർ 1, സാമ്പിളിംഗ് എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് 3 പാർട്ടിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നമ്പർ 2, ഡാറ്റ, സോഴ്സസ് ഓഫ് ഡാറ്റ, പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ. നമ്പർ 3, വാരിയബിൾസ് എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാരിയബിൾസ്. നമ്പർ 4, ഹൈപ്പോത്തസിസ് എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസ്. നൾ ഹൈപ്പോത്തസിസ്, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. റിപ്പീറ്റ് ആണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും. ദെൻ നമ്പർ 5, മിക്ക പേപ്പറിലും ഈ പറയുന്ന മെഷർമെന്റ് ഓഫ് സ്കെയിൽ, അതിൽ നോമിനൽ, ഓർഡിനൽ, ഇന്റർവെൽ, ആ ഒരു ഏരിയയിൽ നിന്ന് വരാറുണ്ട്. മനസ്സിലാവുണ്ടോ? അപ്പോൾ പിന്നെ റിസർച്ച് റിപ്പോർട്ട് എന്താണ്, റിപ്പോർട്ട് റൈറ്റിംഗ്, റെഫറൻസ്, അതിൽ ലേ ഔട്ട് ഓഫ് റിസർച്ച്, റിസർച്ച് റിപ്പോർട്ട്, ആ ഒരു ഏരിയയിലോട്ട് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. അപ്പോൾ വലിയൊരു സബ്ജക്റ്റ് ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഏരിയാസ് നിങ്ങൾക്ക് പിക്ക് ചെയ്ത് പഠിക്കാൻ സാധിക്കുമെങ്കിൽ ഇതിൽ നിന്നാണ് ഈ പറയുന്ന പാർട്ട് എയിലുള്ള ചോദ്യങ്ങളും എസ്സേയും മിക്കതും മാറി മാറി കണ്ടുവരാറ്. പിന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിച്ചിട്ടായിരുന്നു പ്രോബ്ലംസ് സ്കിപ്പ് ചെയ്യട്ടെ എന്നുള്ളത്. സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. എസ്സേയില് 4 എസ്സേയില് ഒരു പ്രോബ്ലവും 3 തിയറിയാണ് കണ്ടുവരാറ്. ആ പ്രോബ്ലം മിക്കതും മെനോവയോ അല്ലെങ്കിൽ കൈ സ്ക്വയർ ഒക്കെയാണ് മാറി മാറി കണ്ടുവരാറ്. ബാക്കി 3 തിയറി എന്ന് പറയുന്നത് മിക്ക പേപ്പറിലും ഈ പറയുന്ന സാമ്പിളിങ്, അതുപോലെ തന്നെ ഹൈപ്പോത്തസിന്റെ, റിസർച്ച് പ്രോസസ്സിന്റെ ചോദ്യം, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു സാമ്പിളിങ്ങിന്റെ ഡിഫറെന്റ് ടൈപ്സ്, ഇതൊക്കെ മാറി മാറി മിക്ക പേപ്പറിലും കണ്ടുവരാറുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആദ്യത്തെ ഏരിയ ഞാൻ പറഞ്ഞു, റിസർച്ചിന്റെ പ്രോസസ്സ്, പിന്നെ ഈ പറയുന്ന റിസർച്ചിന്റെ ടൈപ്സ്, ഇതൊക്കെ നോക്കാം. അതിനേക്കാൾ ഉപരി ഞാൻ നേരത്തെ പറഞ്ഞ ഏരിയാസ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. 4 എണ്ണത്തിൽ 2 എണ്ണം കിട്ടാൻ അതുകൊണ്ട് തന്നെ ഒരു പാടുണ്ടാവില്ല. പിന്നെ പാർട്ട് എയിലാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ അതിൽ വീണ്ടും നമുക്ക് പ്രതീക്ഷിക്കാം. ഏതൊക്കെ? സാമ്പിളിംഗ്, ഡിഫറെന്റ് ടൈപ്സ്, ഹൈപ്പോത്തസിസ്, ഡിഫറെന്റ് ടൈപ്സ്, സാമ്പിളിംഗ് എറർ, നോൺ സാമ്പിളിംഗ് എറർ, ടൈപ്പ് 1 എറർ, ടൈപ്പ് 2 എറർ, മെഷർമെന്റ് ഓഫ് സ്കെയിൽ, നോമിനൽ സ്കെയിൽ, ഇന്റർവെൽ സ്കെയിൽ, അതൊക്കെ. പിന്നെ ഈ പറയുന്ന ലിക്വിഡ് സ്കെയില്, സെമാന്റിക് സ്കെയില്, ഗ്രാഫിക് റേറ്റിംഗ് സ്കെയില്, റിസർച്ച് എന്താണ്, റിസർച്ച് മെത്തഡോളജി, പിന്നെ ഈ സാമ്പിളിംഗിലെ ഡിഫറെന്റ് ടൈപ്സ് എന്തായാലും നോക്കി വെക്കണം. അപ്പോൾ ഈ പറയുന്ന പിന്നെ റിസർച്ച് റിപ്പോർട്ടിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഞാൻ നേരത്തെ പറഞ്ഞു. പലതരത്തിലുള്ള റിപ്പോർട്ടിൽ ഏതെങ്കിലും ഒരെണ്ണം, റെഫറൻസ് ബിബ്ലിയോഗ്രഫി എന്താണ്, റെഫറൻസ് എന്താണ്, റെഫറൻസ് സ്റ്റൈൽ എന്താണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് ഞാൻ 2 മാർക്സിന് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ 7 എണ്ണത്തിൽ 4 എണ്ണം ഈസി ആയിട്ട് മിക്കതും വരും. ബാക്കി 3 എണ്ണമാണ് ഒന്ന് ട്രിക്കി ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാറ്. അപ്പോൾ ഈ 4 എണ്ണം കിട്ടാൻ ഒരു പാടും ഉണ്ടാവില്ല. ഞാൻ ഈ പറഞ്ഞ ഏരിയാസ് നിങ്ങൾ നോക്കുക. ഓൾറെഡി ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ നിർബന്ധമായി നിങ്ങൾ നോക്കിയിരിക്കണം. അപ്പോൾ ഇങ്ങനെ പാർട്ട് എയും പാർട്ട് സിയും നിങ്ങൾ ഫോക്കസ് ചെയ്ത് പ്രസന്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവിടെ തന്നെ നിങ്ങൾ പാസ്സായി. ഇനി പാർട്ട് ബിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പറഞ്ഞ പല ചോദ്യങ്ങളും അവിടെയും വരും. ഈ സാമ്പിളിങ്ങിന്റെ കാര്യം പറഞ്ഞു, സാമ്പിളിംഗ് ഫ്രെയിം, സാമ്പിളിംഗ് യൂണിറ്റ്, പോപ്പുലേഷൻ, സെൻസസ് സർവേ, കേസ് സ്റ്റഡി, പൈലറ്റ് സ്റ്റഡി,
ഈ പറഞ്ഞ പല ക്വസ്റ്റ്യൻസും തന്നെ നമുക്ക് ഇവിടെയും റിപ്പീറ്റ് ആയിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള എന്താണ് പാർട്ട് എയിലും പാർട്ട് സിയിലും ഞാൻ ഫോക്കസ് ചെയ്യാൻ പറഞ്ഞ ചോദ്യങ്ങൾ മുഴുവൻ ഇവിടെയും കൂടി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പാർട്ട് ബിയിൽ വരുമ്പോൾ 7 ചോദ്യത്തിൽ 2 പ്രോബ്ലംസും 5 തിയറിയാണ് കണ്ടുവരാറ്. അത് ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വാരിയൻസ്, കോറിലേഷൻ, കൈ സ്ക്വയർ, ഇതിന്റെ ഒക്കെ പ്രോബ്ലംസ് ആണ് 2 സാധാരണ. ടി ടെസ്റ്റ് ഇതിനൊക്കെ പ്രോബ്ലംസ് ആണ് 2 വരാറ്. ബാക്കി 4 തിയറി എന്ന് പറയുന്നത് ഞാൻ എന്താണ് നേരത്തെ പറഞ്ഞ ഏരിയാസ് തന്നെ. ഇപ്പൊ മൾട്ടിവേരിയേറ്റ്, മെഷർമെന്റ് ഓഫ് സ്കെയില്, സാമ്പിളിംഗ് ആവട്ടെ, റിസർച്ചിന്റെ പ്രോസസ്സ്, പിന്നെ ഈ തിയററ്റിക്കൽ എന്താണ് ഫ്രെയിം വർക്കിനെ പറ്റിയിട്ട്, റിസർച്ച് റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിനെ പറ്റിയിട്ട്, അതിന്റെ കോൺട്രിബ്യൂഷൻ, റിസർച്ച് മെത്തഡോളജി. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഓൾറെഡി 3 വെയിറ്റേജിന്റെ റിപ്പീറ്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ചോദ്യങ്ങള് മിക്കതും എന്താണ് പാർട്ട് എയിലും പാർട്ട് സിയിലും പറഞ്ഞതിന്റെ റിപ്പീറ്റേഷൻ ആണ്. അപ്പൊ നമുക്ക് അറിയുന്ന പോലെ ആ ചോദ്യങ്ങൾ നമുക്ക് പ്രസന്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, തിയറി മാത്രം ഫോക്കസ് ചെയ്താലും മതി, ഫുൾ ടൈം എക്സാമുകളിൽ സ്പെൻഡ് ചെയ്ത എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ പാസ് മാർക്ക് അല്ല ഇതിനേക്കാൾ കൂടുതൽ കിട്ടും. 60 ഗ്രേഡ് പോയിന്റ് നമുക്ക് മതി. ഓക്കെ, അപ്പോൾ റിസർച്ച് മെത്തഡോളജി പേപ്പറിൽ മിക്ക കുട്ടികൾക്കും വരുന്ന മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത് എഴുതി കഴിയാത്ത പ്രശ്നം. തിയറി ആണ് മെജോറിറ്റി ഉള്ളതുകൊണ്ട് തന്നെ. അതുകൊണ്ട് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ വലിയൊരു പേപ്പറാണ്, ഒരുപാട് വായിക്കാനുണ്ട്. അതുകൊണ്ട് മിനിമം ഞാൻ ഈ പറഞ്ഞ ഏരിയാസ് ആദ്യം പിക്ക് ചെയ്ത് വായിക്കുക, അതിനുശേഷം ബാക്കിയുള്ള ഏരിയാസിലോട്ട് കിടക്കുക. ബുക്ക് എടുത്ത് ആ ഓർഡറിൽ പഠിക്കുകയാണെങ്കിൽ ബിഗിനിങ്ങിൽ ഒരുപാടുണ്ടെങ്കിലും അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഏരിയാസ് ആദ്യം പഠിച്ചതിന് ശേഷം ബാക്കി ഏരിയയിലോട്ട് പോവുക. പിന്നെ ഈ പറഞ്ഞ പ്രൈമറി ഡാറ്റയുടെ ഏരിയയിലേക്കൊക്കെ പോകുമ്പോൾ ഒബ്സർവേഷൻ, ഇൻ്റർവ്യൂ, ക്വസ്റ്റ്യനെയർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ പിന്നെ വരുന്ന ഏരിയാസ് ആണ്. ഓക്കെ, ഷെഡ്യൂൾ എന്താണ്. ഓക്കെ, സോ ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ ഏരിയാസിലോട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിലും പാസ്സായിരിക്കും. ദെൻ ഓൾറെഡി ഞാൻ എൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയിൽ മെൻഷൻ ചെയ്ത കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ഹൈ സ്കോറിലോട്ട് എത്തിച്ചേരാനും സാധിക്കും കേട്ടോ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. നാളെ എക്സാമിന് ശേഷം എക്സാം റിവ്യൂ ആയിട്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്.